ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നെസ്രവയ്ക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വിഷയം വാതിലുകൾ പണിയുക, ബിൽഡ് ദ ഗേറ്റ് വിച്ച് ഈസ് ബ്രോക്കൺ. നമുക്കറിയാം, പണ്ടുള്ള വീടുകൾക്ക് ഒത്തിരി വാതിലുകൾ ഉണ്ടായിരുന്നു. അവിടെ പുറത്തേക്ക് തന്നെ പോകാനായിട്ട് പല വാതിലുകളുണ്ടായിരുന്നു. അതുപോലെ ഫ്രണ്ടിൽ വാതിലുകളുണ്ടായിരുന്നു. ചിലർ കിടക്കുന്ന റൂമിൽ നിന്ന് വാതിലുകളുണ്ടായിരുന്നു. അങ്ങനെ പണ്ടത്തെ വീടുകളെ നോക്കിയാൽ ഒത്തിരി വാതിലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വാതിലുകൾക്ക് അത്രയും അധികം ഇന്നത്തെ വീടുകൾക്ക് അത്രയും വാതിലുകൾ നമ്മൾ വയ്ക്കാറില്ല. നമുക്കൊന്ന് ഓർത്ത് നോക്കാം, മനോഹരമായൊരു വീട്, ആ വീടിന് പല വാതിലുകളുണ്ട്. നാം രാത്രി കിടക്കുവാൻ പോകുമ്പോൾ എന്തു ചെയ്യും? ആ വാതിലുകളെല്ലാം ഭദ്രമായിട്ട് അടയ്ക്കും. മാത്രമല്ല, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും നാം ഈ വാതിലുകളെല്ലാം ഭദ്രമായിട്ട് അടച്ച് പൂട്ടിയിട്ടാണ് നമ്മൾ പൂട്ടിയും താക്കോലും കൊണ്ടാണ് പോകുന്നത്. കാരണം ദുഷ്ടനോ ദുഷ്ടജന്തുക്കളോ ശത്രുക്കളോ കള്ളന്മാരോ ഒന്നും നമ്മുടെ വീടിൻ്റെ അകത്ത് കയറി വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വാതിലുകളെ ഭദ്രമാക്കി വയ്ക്കുന്നത്. വാതിലുകൾ എപ്പോഴും വളരെ സ്ട്രോങ് ആണ്. അത് സ്ട്രോങ് ആയതുകൊണ്ട് അതാണ് നമ്മളത് പൂട്ടുന്നത്. കാരണം അത് തുറക്കുവാൻ സാധാരണഗതിയിൽ പൂട്ട് തുറന്നെങ്കിൽ മാത്രമേ അതിൻ്റെ തുറക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വാതിലുകൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുകയും വേണം. സ്ട്രോങ് ആയിട്ട് വാതിലുകൾ ഇല്ലെങ്കിൽ, വാതിലുകളുടെ പണിയും സ്ട്രോങ് ആയിട്ടിരുന്നില്ലെങ്കിൽ ശത്രുവിനും ദുഷ്ടന്മാർക്കും വന്യമൃഗങ്ങൾക്കും അതുപോലെ കള്ളന്മാർക്കും ഒക്കെ അകത്ത് കയറി നമ്മുടെ ഭവനത്തിലുള്ളത് ഒക്കെ മോഷ്ടിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു വീടിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് അതിൻ്റെ വാതിലുകളുടെ ഉറപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത് നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമുക്ക് 1 കൊരിന്ത്യർ 3:16 വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 3:16 വാക്യത്തിൽ നാം കാണുന്നത്, 1 കൊരിന്ത്യർ 3:16 നാം കാണുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അവിടെ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ഇവിടെ നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത് നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. എങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നത്? നാം രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് ഈ കർത്താവിനെ നമ്മളെ രക്ഷിക്കാൻ മതിയായവനാണെന്നും ഈ കർത്താവിനെ നമ്മൾ ഏക ദൈവവും ഏക രക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ, അങ്ങനെ നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്തു കഴിയുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളാകുന്ന ആ നിമിഷം നമ്മളെപ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവിനെ ഈ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു, ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ആദ്യദാനമായി നമ്മളിൽ വസിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ട അതേ നിമിഷം പരിശുദ്ധാത്മാവാൻ ദൈവം എന്ന ആദ്യദാനം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ മന്ദിരത്തെ സൂക്ഷിക്കേണ്ടത് അത് നമ്മളുടെ ചുമതലയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ മന്ദിരത്തിനും അനേകമായിട്ടുള്ള വാതിലുകളും കതകുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നാം സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയമാകുന്ന ആ ദൈവം വസിക്കുന്ന ആ മന്ദിരം
പരിശുദ്ധാത്മാവ് ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇവിടെ നമുക്ക് കാണുന്നത് ഈ നമ്മുടെ ഉള്ളിൽ നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്, നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എന്നാൽ നമുക്ക് വേറൊരു കാര്യം അറിയാം, നമ്മുടെ നമ്മുടെ അത് വാതിലിൻ്റെ പുറത്ത് ആരാണെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ പറയുകയാണ്, 4:7 പറയുകയാണ്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ നമ്മുടെ ചുറ്റും, നമ്മുടെ ഈ വാതിലിന് പുറത്ത് കിടക്കുന്നത് എന്താണ്? അത് പാപമാണ്. അപ്പോൾ ആ പാപം എപ്പോഴും, പാപം എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മളെ നശിപ്പിക്കുവാനായിട്ട് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് പാപം നമ്മുടെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാപം വാതിക്കൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നാം സൂക്ഷ്മതയോടുകൂടി പാപത്തെ അകത്ത് കടക്കുവാൻ അനുവദിക്കാതെ വണ്ണം നമ്മളുടെ വാതിലുകളെ സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. നമ്മൾക്കറിയാം, ഒരു സിംഹം വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയാണെങ്കിൽ, ഒരാന വന്ന് ഫ്രണ്ടിൽ കിടക്കുകയാണെങ്കിൽ നാം എന്തു ചെയ്യും? വളരെ ഭദ്രമായിട്ട് നമ്മുടെ വാതിലുകളെല്ലാം അടച്ച് സൂക്ഷിക്കും. ഒരു പാമ്പാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വന്യമൃഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ വാതിലുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള വാതിലുകൾ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കി ആ വാതിലുകൾ കൊട്ടി സൂക്ഷിക്കുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ഈ ശരീരത്തിൻ്റെ പുറത്തുള്ളത്, നമ്മുടെ ആ വാതിലിൽ വന്ന് കിടക്കുകയാണ്. എന്താണ് അത്? പാപമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നാം പാപത്തിൽ പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി വാതിലുകൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സാത്താൻ വാതിൽക്കൽ കിടക്കുന്നു, അത് എപ്പോഴും അത് അകത്ത് കിടക്കുവാനായിട്ട് ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യെരുശലേമിൻ്റെ മതിലുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടെ നെഹമ്യാവിനോട് ഹനാനി പറയുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. നെഹമ്യാവ് 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യെരുശലേമിൻ്റെ മതിലുകളെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്. മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥയിൽ ആ പട്ടണത്തിലേക്ക്, ആ ഭവനത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്ന് അവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ യെരുശലേമിൻ്റെ കിടക്കുമ്പോൾ അവിടെ 10 വാതിലുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 10 വാതിലുകളും അതിൽ ഒരു വാതിലൊഴിച്ച് ബാക്കിയുള്ള വാതിലുകളെല്ലാം അത് ഇടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇടിഞ്ഞു കിടക്കുന്ന വാതിലുകൾ പണിയുവാനായിട്ട് നെഹമ്യാവും കൂട്ടരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആദ്യം ഈ നെഹമ്യാവ് ഈ വസ്തുത അറിഞ്ഞപ്പോൾ നെഹമ്യാവ് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. എന്നിട്ട് ഈ വാതിലുകൾ പണിയുവാനായിട്ട് തീരുമാനിച്ചു. ഇത് പണിയുന്നത് അനേക പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ശ്രേഷ്ഠന്മാരും ആണ് ഒപ്പം കൂടി നിന്ന് അവരുടെ വാതിലുകൾ പണിതു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ നെഹമ്യാവ് പണിത 10 വാതിലുകളെക്കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 10 വാതിലുകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വാതിലുകളാണ് നാം തകർന്നു കിടക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും അനേകം വാതിലുകളുണ്ട്. ആ വാതിലുകളിൽ ഏതൊക്കെ വാതിലുകളാണ് തകർന്നു കിടക്കുന്നത്, അങ്ങനെ ഏത് വാതിലാണെന്ന് കണ്ടുപിടിക്കുവാനും നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നെഹമ്യാവ് ചെയ്തതുപോലെ തന്നെ നെഹമ്യാവ് മറ്റുള്ളവർക്ക്
എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് അത് ചെയ്ത്. അവൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ അങ്ങനെ അവൻ അതിന് ശേഷമാണ് വാതിലുകൾ പണിയുവാനായിട്ട് ഇടയായിട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി ഏത് വാതിലാണ് പൊളിഞ്ഞു കിടക്കുന്നതെന്ന് മനസ്സിലാക്കി അത് വരുന്ന ദിവസങ്ങളിൽ പണിയുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.